ഈ സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുമായിട്ട് ഈ മേയർ മുന്നോട്ട് പോയതോടുകൂടി നഗരത്തിനകത്തുള്ള ജനവാസം നഗരത്തിൽ താമസിക്കുന്നവർ ഇന്നിപ്പോൾ പറയുന്നത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ എന്നുള്ള പേര് മാറിയിട്ട് യഥാർത്ഥത്തിൽ ഇതൊരു കാപ്പ കോർപ്പറേഷനായി മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അത് തന്നെയാണ് പറഞ്ഞത്. ഒരു കാരണവശാലും നടക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത ഒരു നടപടിയിലേക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കടന്നത് എന്നുള്ളതാണ്. അങ്ങനെ കടക്കാൻ വേണ്ടിയിട്ട് വന്നതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഭരണഘടനാ സംവിധാനത്തിനകത്ത് സത്യപ്രതിജ്ഞ ലംഘനം നടക്കാൻ പാടില്ല, സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കാൻ പാടില്ല, ഭരണഘടന അനുസരിച്ച് ഒരു അവകാശമാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വെയ്യൂർ ജയിലിലേക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിച്ചത്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കാപ്പ കേസിനകത്ത് പെട്ട 6 മാസത്തേക്ക് ഡീറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരു വിധത്തിലുള്ള ആനുകൂല്യവും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എണ്ണി കേസുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. അത് മുന്നിൽ താൻ കൗൺസിലറാകുന്നതിന് മുമ്പ് ചെയ്ത കേസും എടുത്തിട്ടുണ്ട്, അതിന് കൗൺസിലർ ആയതിനു ശേഷം നടന്നിട്ടുള്ള കേസുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിയമപരമായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ താഴത്തെ കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല മജിസ്ട്രേറ്റ് കോടതികളിൽ, അതുപോലെ തന്നെ ജില്ലാ കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാപ്പ ബോർഡ് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്, ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാപ്പ അപ്പലറ്റ് അതോറിറ്റി ആയിട്ടുള്ള നമ്മുടെ മുൻ ജഡ്ജി ഉൾപ്പെടെയുള്ള ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിയന്ത്രണത്തിലുള്ള 3 അംഗ കമ്മിറ്റിയും അത് അംഗീകരിച്ച 6 മാസത്തേക്ക് ഡീറ്റെയിൻ ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിവെക്കുന്ന രൂപത്തിലാണ് നടന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഒരു RSSന്റെ കാര്യാലയമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മേയർ നേതൃത്വം കൊടുക്കുകയാണ്. ഈ സമരത്തിന് ജനാധിപത്യപരമായി പ്രതിഷേധിച്ച 5 കൗൺസിലർമാർ, വനിതാ കൗൺസിലർമാർ കൂടെയുള്ള സഹപാഠിയോടുകൂടി മേയർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് 3 പേരെ LDFന്റെ 3 പേരെ സിന്ധു ശശി അടക്കമുള്ളവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് UDFന്റെയും 2 വനിതാ സഖാക്കൾ ഇന്നിപ്പോൾ വനിതാ അംഗങ്ങളായിട്ടുള്ളവർ ഇന്നിപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നതാണ് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ കൂടെയുള്ള വനിതാ കൗൺസിലർമാർക്ക് നേരെ പോലും അക്രമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ നഗരസഭ എത്തിയെന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇത് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എല്ലാ ക്രിമിനൽ സംഘങ്ങളും ക്യാമ്പ് ചെയ്യുന്ന ഒരു ഹെഡ് ഓഫീസായി നഗരസഭയുടെ ഇന്നത്തെ മേയറുടെ ഓഫീസ് മാറിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അല്ലാതെ നീറുന്നതായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയില്ല. ഇന്നിപ്പോൾ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ചുള്ള വിഷയത്തിനകത്ത് സ്വമേധ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു. അവിടെ എടുത്തിട്ടുള്ള നടപടികൾ പറഞ്ഞിരിക്കുന്നു. അടിയന്തരമായി ഇതിനകത്ത് ഈ പനി തുടങ്ങിയിട്ടുള്ള മരണത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യമാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലേക്ക് മരണനിരക്ക് കൂടിയിട്ടുണ്ട്. ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നെല്ലാം ഈ മേയർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നടപടിയും ശരിയായ രൂപത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷന് കഴിയുന്നില്ല. ഇന്നും ഇന്നലെയുമായിട്ട് പല സ്ഥലത്തും വെള്ളം മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനെതിരെ ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഈ പറയുന്ന തെരുവ് നായി പ്രശ്നം വലിയ രൂക്ഷമായി മാറി. പക്ഷേ ജിമിക്ക് കാണിക്കുന്നത് പോലെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 5 പട്ടികളെ പിടിച്ച് എവിടെയാണ് ഷെൽട്ടർ ഹോം എന്നുള്ളത് ഞങ്ങളെല്ലാം കൗൺസിലർമാർ ചോദിച്ചിട്ട് ഇതുവരെ ഷെൽട്ടർ ഹോം എവിടെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പട്ടിയെ പിടിച്ചതിന് ശേഷം ആ കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന് ഇതിനെ തുറന്നു വിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അശാസ്ത്രീയമായിട്ട് ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത നടപടികളുമായിട്ട് ഈ മേയർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഏകദേശം